ഭയങ്കരമായിട്ട് മുഖക്കുരുണ്ട്. അതിൻ്റെ പുറത്ത് ഇനി ഈ മോയ്സ്ചറൈസറും കൂടെ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതാവും. അങ്ങനെയല്ല നമ്മുടെ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് സ്കിൻ കെയർ അല്ല മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പോലും ഇതുവരെ അറിയാത്ത കുറേ ആളുകളുണ്ട്. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുങ്ങാനെ കൊണ്ടുള്ള ഒരു മേക്കപ്പ് ബേസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചെറിയ ഒരു ദിവസമായിട്ട് പറഞ്ഞുതരാം. അത് ഒട്ടും അറിയാത്തവർ മാത്രം കണ്ടാൽ മതി. അറിയാവുന്നവരാരും വന്നിട്ട് ഞങ്ങൾക്ക് ഇതറിയാമെന്നുള്ള കമൻ്റ് ഒന്നും വേണ്ട. അറിയാത്തവർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഓരോ സെക്ഷനായിട്ട് കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് പ്രോഡക്റ്റ് കാണിക്കുന്നത് ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്റ്റും ഇങ്ങനെ ഓരോ ഇതിൽ കാണിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. അത് ഒന്നും പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. ആ മോയ്സ്ചറൈസർ ഇടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക, നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സെറമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് സെറത്തിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ നമ്മൾ സെറം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇടാവും. ഇത് ബേസിക്കാണ് കേട്ടോ. നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇടാൻ നിങ്ങൾക്ക് സെറം ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ഡേർട്ട് മാറ്റി നല്ല ക്ലീൻ ആക്കി ഒന്ന് എടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എല്ലാ സ്കിൻ ടൈപ്പ്, അതായത് നിങ്ങളുടെ സ്കിന്നിന് ഓയിലി ആയിക്കോട്ടെ, നോർമലാണെങ്കിലും സെൻസിറ്റീവ് ആണെങ്കിലും ഈ ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും ഏത് സ്കിൻ ടൈപ്പിലും നിങ്ങൾക്ക് ഒരുപാട് മുഖക്കുരു ഒക്കെ ഉള്ളവരാണെങ്കിൽ, എനിക്ക് 2-3 കമൻറ്റ് വന്നു ഞാൻ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. ഭയങ്കരമായിട്ട് മുഖക്കുരുണ്ട്, അതിൻ്റെ പുറത്ത് ഇനി ഈ മോയ്സ്ചറൈസറും കൂടെ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതാവുന്നു. അങ്ങനെയല്ല, നമ്മുടെ സെബം കൺട്രോൾ ചെയ്യാനെ കൊണ്ട് മോയ്സ്ചറൈസർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓയിലി ഫീല് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മുഖക്കുരു ഉള്ളവർക്കും ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് ഇത് ഉപയോഗിക്കാൻ കുറച്ച് മടി. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുമ്പം അവിടെ ഒരു ഓയിൽ ബാലൻസ് ഉണ്ടാകും. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിക്കട്ടെ. ആ സെബം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതാണ് സെറ്റാഫിൽ കേട്ടോ. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. മിനിമലിസ്റ്റും കൊള്ളാം കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ ഞാൻ കാണിച്ചു തരാം. അത് ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് എക്സ്പെഷ്യലി ഫോർ സെൻസിറ്റീവ് സ്കിന്ന്. നമുക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻസും റെഡ്നെസ്സും ഒക്കെ ഉണ്ടാവുന്ന സ്കിൻ ടൈപ്പുകാരാണ് സെൻസിറ്റീവ് സ്കിന്ന്. പെട്ടെന്ന് ചൊറിച്ചിലുണ്ടാകും. പിന്നെ തേക്കുമ്പോൾ പെട്ടെന്ന് അലർജിയുടെ ഭാഗമായിട്ട് കുരുക്കളുണ്ടാകുന്ന സ്കിന്ന്, റെഡ്നെസ് ഉണ്ടാകുന്ന സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ സ്കിന്നുകാർക്കും എക്സ്ട്രാ ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ സെറ്റാഫിൽ. ഇത് ഞാൻ പ്രൊമോഷൻ പറയുന്നതല്ല, നല്ലൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അല്ലാത്ത കുറേ മോയ്സ്ചറൈസർ ഉണ്ട്, അതെല്ലാം എടുത്ത് വെച്ച് കാണിക്കുന്നില്ല. ഈ ഒരെണ്ണം കാണിക്കുകയാണ്. ഞാനിതാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ചില ക്ലയൻസിനൊക്കെ ഇതാണ്. കാരണം നമ്മുടെ ബ്രൈഡലിൻ്റെ അവരുടെ പാക്കേജ് അനുസരിച്ചാണ്, അവർ ആ എടുക്കുന്ന റേറ്റ് അനുസരിച്ചാണ് അവർക്ക് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന് റേഞ്ച് മാറുന്നത്. അതനുസരിച്ച് നമ്മൾ ഓരോ പ്രോഡക്റ്റ് വില കൂടിയതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. പിന്നെ ഇതാണെങ്കിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നു. 48 hours ഇത് പറയുന്നത് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും പറ്റുന്നതാണ്. ഇതിന് വില പറഞ്ഞുതരാം. ഇത് 80 ഗ്രാമിന് 599 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നൈക്കയിലൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ കാർട്ടിലൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ചില സമയത്ത് ഓഫറിൽ 500-നൊക്കെ കിട്ടും. ഇനി മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ആമസോൺ പോലത്തെ ചെറിയ ഇങ്ങനത്തെ ഗ്രോസറി അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റും ഒക്കെ നേരിട്ട് കണ്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നൈക്കയും നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിവതും നമ്മൾ നേരിട്ട് തന്നെ വാങ്ങിക്കുന്നത് കേട്ടോ. ക്വാളിറ്റിയിൽ ഗ്യാരണ്ടി പറയുന്നത് നൈക്കയിലായിരിക്കും. അത് നിങ്ങൾ ഒന്ന് ഇതാക്കുക. അതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി കേട്ടോ. മോയ്സ്ചറൈസറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം ഫേസ് ക്ലീൻ ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾ സെറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സെറം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. മോയ്സ്ചറൈസർ ഒരു പി സൈസിൽ എടുക്കുക. അതായത് നമ്മുടെ ഒരു പയറില്ലേ, ആ പയറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു പി ഷേപ്പിൽ ഇങ്ങനെ എടുത്ത് വേണം നമ്മുടെ ഓൾ ഓവർ ദ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ.
നല്ല രീതിയിൽ ഈ ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് നല്ല ബ്ലെൻഡായിട്ട് കിട്ടും. നമ്മൾ മേക്കപ്പ് ബേസ് ഇതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമറാണ്. അപ്പം ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും. കുറേ നേരം നമുക്കിങ്ങനെ ആവുമെന്ന് വേണ്ട. നിങ്ങൾ ഇനി ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസറാണ് കുറച്ച് ഈർപ്പമായ ഒരു ഓയിലി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രൈമർ അപ്ലൈ ചെയ്യുക കേട്ടോ. പ്രൈമറിൻ്റെ വീഡിയോ നമുക്ക് പ്രൈമറിൻ്റെ ഞാൻ വേറെ ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ കേട്ടോ. വില കുറഞ്ഞ സാധനങ്ങൾ തേടി പോകാതിരിക്കുക. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് അത്യാവശ്യം വില തന്നെയാണ്. അത് സത്യസന്ധമായ ഒരു കാര്യമാണ് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റിനൊന്നും ചീപ്പ് റേറ്റിൽ കിട്ടാനേ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേസിക് ആയിട്ടുള്ള മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും മോയ്സ്ചറൈസർ ഇടണം. ഈവൻ നിങ്ങൾ ചുമ്മാ ഒരു പൗഡർ ഇടാൻ പോവുകയാണ്. പലരും കമൻറ്റ് ഇടാറ് ഞങ്ങൾ കണ്ണെഴുതി പൊട്ടിടാറേ ഉള്ളൂ, ഞങ്ങൾ പൗഡർ മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഈ മോയ്സ്ചറൈസർ ഇടുക എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളൊരു എന്താ പറയുക, വരണ്ട് നിൽക്കുന്ന ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കത്തില്ലേ, അത്രയും ഒരു ഹെൽപ്ഫുള്ളാണ് നിങ്ങളുടെ സ്കിന്നിന് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ട് നിങ്ങളൊരു വലിയ മേക്കപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുമെന്നോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. നിങ്ങളുടെ സ്കിന്നിന് കൊടുക്കുന്ന ഒരു ഹെൽപ്പ് മാത്രമാണത്. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ടേക്ക് കെയർ, ബൈ.